ആദ്യം നീ പഠിത്തം പൂർത്തിയാക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സും കൂടി പഠിക്കുക. പോകുമ്പോൾ ഇപ്പം തന്നെ നീ പച്ചക്കറി വാങ്ങിക്കാൻ പോവാ, അതിൻ്റെ ഇടയ്ക്ക് ടൈലറെ കണ്ടിട്ട് പോവാം എന്നൊക്കെ പറയാറില്ലേ? അതാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ഇടയ്ക്ക്, ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയാറില്ലേ? ആദ്യം പഠിത്തം പൂർത്തിയാക്കിയ, ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുക, കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് ടൈലറിൽ പോയി കാണുക എന്ന് പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയാറില്ലേ? അതെന്താണ്, അത് ഇംഗ്ലീഷിൽ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. താങ്ക് യു. വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വെൽക്കം ടു മൈ ചാനൽ മലയാളം ഇംഗ്ലീഷ് ജെയിംസ് ആൻഡ് ഐ എം ജെയിംസ്. എല്ലാവരും ഒന്ന് കമൻസ്, പറ്റുമെങ്കിൽ കമൻസ് അയക്കുക. ഇഷ്ടംപോലെ കമൻസ് വരുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി. താങ്ക് യു ഓൾ ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയാറില്ലേ? ഇതിൻ്റെ ഇടയ്ക്കാണ്. അതാണ് ഇന്നത്തെ ടോപ്പിക്. ബൈ ദി ബൈ. BYTHEBY, ബൈ ദി ബൈ എന്ന് പറയാറില്ല. അതാണ് ഇന്നത്തെ വീഡിയോ ടോപ്പിക്. ബൈ ദി ബൈ. അത് ഇനിയൊരു മീനിങ്, ഇനിയൊരു വേർഡ് ഉണ്ടെങ്കിൽ അതിന് പകരം ഇൻ ദി മീൻ ടൈം. ഇൻ ദ മീൻ ടൈം, MEANTIME, ഇൻ ദി മീൻ ടൈം, അല്ലെങ്കിൽ ബൈ ദി ബൈ എന്നും പറയാം, ഇൻ ദി മീൻ ടൈം എന്ന് പറയാം കേട്ടോ. ആദ്യം നീ നിൻ്റെ പഠിത്തം പൂർത്തിയാക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുക. ഇതെങ്ങനെ പറയും? ഫസ്റ്റ് യു കംപ്ലീറ്റ് യുവർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്റ്റഡീസ്. ഫസ്റ്റ് യു കംപ്ലീറ്റ് യുവർ സ്റ്റഡീസ്. ബൈ ദി ബൈ യു ക്യാൻ ഡു സം കമ്പ്യൂട്ടർ കോഴ്സ്. ഫസ്റ്റ് യു കംപ്ലീറ്റ് യുവർ എഡ്യൂക്കേഷൻ. ബൈ ദി ബൈ യു ക്യാൻ ഡു സം കമ്പ്യൂട്ടർ കോഴ്സ്. നീ പോയി പച്ചക്കറി വാങ്ങിക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് ടൈലറെ കണ്ടേച്ചുവാ. യു ഗോ ആൻഡ് ബൈ വെജിറ്റബിൾസ്. ഇൻ ദി മീൻ ടൈം മീറ്റ് ദി ടൈലർ, അല്ലെങ്കിൽ ബൈ ദി ബൈ മീറ്റ് ദി ടൈലർ. യു ഗോ ആൻഡ് ബൈ വെജിറ്റബിൾസ്. ബൈ ദി ബൈ മീറ്റ് ദി ടൈലർ. യു ഗോ ആൻഡ് ബൈ വെജിറ്റബിൾസ്. ബൈ ദി ബൈ മീറ്റ് ദി ടൈലർ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി, ഞാൻ ഭക്ഷണം പാചകം ചെയ്തു. ഇതിനിടയ്ക്ക് കുറച്ച് നാരങ്ങ വെള്ളം പിഴിഞ്ഞു തയ്യാറാക്കി. ഞാൻ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാരങ്ങ വെള്ളം തയ്യാറാക്കി. ഇതെങ്ങനെ പറയും? ഐ കുക്ക്ഡ് ലഞ്ച്. ബൈ ദി ബൈ ഐ മെയ്ഡ് സം ലെമൺ ജ്യൂസ്. ഐ കുക്ക്ഡ് ലഞ്ച്. ഇൻ ദി മീൻ ടൈം ഐ മെയ്ഡ് സം ലെമൺ ജ്യൂസ്. ഞാൻ പയ്യെ പറയട്ടെ. ഐ കുക്ക്ഡ് ലഞ്ച്. ബൈ ദി ബൈ ഐ മെയ്ഡ് സം ലെമൺ ജ്യൂസ്. ഇപ്പോഴാണ് അവൻ ജോലി കയറിയത്, ഇതിൻ്റെ ഇടയ്ക്ക് അവനൊരു കാറ് വാങ്ങി. ഇപ്പോഴാണ് അവൻ ജോലി കയറിയത്, ഇതിൻ്റെ ഇടയ്ക്ക് അവനൊരു കാർ വാങ്ങി. ജസ്റ്റ് നൗ ഓൺലി ഹി ജോയിൻഡ് വർക്ക്. ബൈ ദി ബൈ ഹി ബോട്ട് എ കാർ. ജസ്റ്റ് നൗ ഓൺലി ഹി ജോയിൻഡ് വർക്ക്. ബൈ ദി ബൈ ഹി ബോട്ട് എ കാർ. ഞങ്ങൾ 2 വർഷം കഴിഞ്ഞാൽ കണ്ടുമുട്ടിയത്. ഇതിൻ്റെ ഇടയ്ക്ക് അവളൊരു കൊച്ചിനെ പ്രസവിച്ചു. ഞങ്ങൾ കണ്ടുമുട്ടിയത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവളൊരു കൊച്ചിനെ പ്രസവിച്ചു. വി മെറ്റ് ആഫ്റ്റർ 2 years. We met after 2 years. By the by, she delivered a baby. We met after 2 years. By the by, she delivered a baby. ഞാൻ പയ്യെ പറയട്ടെ. We met after 2 years. By the by, she delivered a baby. ഞങ്ങൾ 2 ആളും ഒന്നിച്ച് പഠിച്ചു. ഞങ്ങൾ 2 ആളും ഒന്നിച്ചാണ് പഠിച്ചത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ടൈപ്പ് റൈറ്റിംഗും പാസ്സായി. We both studied together. We both studied together. By the by, അല്ലെങ്കിൽ in the meantime we passed typewriting also. We both studied together. In the meantime we passed typewriting. We both studied together. By the by we passed typewriting. ഞാൻ തുണി അലക്കാം, ഇതിനിടയ്ക്ക് നീ വീട് വൃത്തിയാക്കുക. ഞാൻ തുണി അലക്കാം, ഇതിൻ്റെ ഇടയ്ക്ക് നീ വീട് വൃത്തിയാക്കുക. I will wash the clothes. By the by, you clean the house. I will wash the clothes. By the by, you clean the house. ഇതിങ്ങനെ പറയാം. I will wash the dress. In the meantime, you clean the house. I will wash the dress. In the meantime, you clean the house. That's all, friends. Practice one word, one sentence with one person at least every day.
Very soon, as days go on, you will talk excellent English automatically. Till I see you in my next video, bye from your James. God bless you all.